മെയ് 1 എന്ന് പറയുന്നത് തൊഴിലാളി ദിനമാണ്. മെയ് 1 തൊഴിലാളി ദിനമായി ആചരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായി. എന്താണ് ഈ മെയ് ദിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് മെയ് 1 ഒരു മെയ് ദിനമായി ആഘോഷിക്കാനുള്ള പ്രചോദനം എന്താണ്? തൊഴിലാളി വർഗം എന്ന് പറയുന്ന ഈ വിഭാഗം വലിയ പ്രാധാന്യം ഇസ്ലാം നൽകുന്ന ഒരു വിഭാഗമാണ്. എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത്, ഏത് രീതിയിലാണ് അവരുമായി സഹവർത്തിക്കേണ്ടത് വ്യക്തമായി 14 നൂറ്റാണ്ട് മുമ്പ് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മെയ് ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലോകത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? അടിമകളെ പോലെ 24 മണിക്കൂറും പണിയെടുപ്പിച്ചിരുന്ന ജോലിക്കാർക്ക് അതിൽ നിന്ന് മോചനം വേണം. അതിനുവേണ്ടി അവിടെ വലിയ പോരാട്ടങ്ങൾ നടത്തിയവരാണ്. 1886 ഒരു മെയ് മാസം 3-4 ദിവസങ്ങളിലാണ് 35,000-ഓളം വരുന്ന തൊഴിലാളികളും പോലീസും ഏറ്റുമുട്ടിയത്. അമേരിക്കയിലെ ചിക്കാഗോയിലായിരുന്നു ആ സംഭവം നടന്നത്. വലിയ പോരാട്ടമാണ് അന്ന് തൊഴിലാളികളും പോലീസും തമ്മിൽ നടത്തിയത്. തൊഴിലാളികളോട് മോശമായ രീതിയിലുള്ള പെരുമാറ്റം നടത്തുന്നതിനെതിരെ, 24 മണിക്കൂറും അധ്വാനിക്കുന്നതിനെതിരെ ശക്തമായ രീതിയിലുള്ള പോരാട്ടം നടന്നപ്പോൾ അതിൻ്റെ വിജയത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഈ മെയ് ദിനം ആഘോഷിക്കുന്നത്. ഇത് മെയ് ദിനമായി ആഘോഷിക്കുന്നത്. അതായത് 8 മണിക്കൂർ ജോലിയും 8 മണിക്കൂർ വിശ്രമവും 8 മണിക്കൂർ വിനോദവും 24 മണിക്കൂർ ഇങ്ങനെ 3ആയി വിഭജിച്ചപ്പോൾ തൊഴിലാളി വർഗത്തിന്റെ ഒരു വിജയാഹ്ലാദം അതിലൂടെ പ്രകടമാവുകയും 80ഓളം രാജ്യങ്ങൾ മെയ് ദിനം ആഘോഷിക്കുകയും ചെയ്യുകയാണ്. 1890 സർവദേശീയ തൊഴിലാളി ദിനമായി ഈ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഏത് ദിനാചരണങ്ങൾക്കും ഒരു ആചരണങ്ങൾ നടത്തുന്നതിൻ്റെ പിന്നിലൊക്കെ ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുമെന്നുള്ളത്. ഇത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനൊരു ദിനം ആചരിക്കുന്നതിൻ്റെ മുമ്പേ ഇവരെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ഇസ്ലാമിനുണ്ട്. നോക്കൂ, നിങ്ങൾ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫളില്ലാഹ്. വെള്ളിയാഴ്ച ജുമാ സൂറയിൽ നമ്മൾ ഓതാറുണ്ട്. ഫൈദാ ഖുദിയത്തിസ് സ്വലാ, നിസ്കാരം കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലൂടെ നിങ്ങൾ പോകൂ, നിങ്ങൾ ഉളരണം. എന്നിട്ടോ വബ്തഗൂ മിൻ ഫളില്ലാഹ്, നിങ്ങൾ പണിയെടുക്കണമെന്നാണ്, തൊഴിൽ ചെയ്യണമെന്നാണ്. ജീവിക്കണ്ടേ, നമുക്ക് ഭക്ഷണം വേണ്ടേ? തൊഴിൽ ചെയ്യാതെ ജോലിയെടുക്കാതെ ജീവിക്കുക എന്നുള്ളത് ബുദ്ധിയല്ല എന്നും, നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പോകണം, നിങ്ങൾ അള്ളാന്റെ ഔദാര്യങ്ങളും അനുഗ്രഹങ്ങളും അത് വിശാലമാണ്, അത് നിങ്ങൾ തേടണം. എങ്ങനെ തേടിയിട്ട് നിങ്ങൾ ജോലിയെടുത്ത് പണിയെടുത്ത് നിങ്ങൾ അധ്വാനിക്കണം എന്നുള്ളതിന്റെ സൂചനയാണ് വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് നോക്കും നിങ്ങൾ. ഒരാളും ഭക്ഷിക്കുകയില്ല ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസായത്. ഒരാളും ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് അത് അവന്റെ കൈകൊണ്ട് പണിയെടുത്തുകൊണ്ട് തിന്നുന്ന ഭക്ഷണമാണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ തൊഴിലാളി തൊഴിൽ ചെയ്ത് മറ്റുള്ളവരടുത്ത് പോയി യാചന നടത്താതെ തൊഴിലെടുത്തുകൊണ്ട് ഉണ്ടാക്കുന്ന അവനാന്റെ കൈ കൊണ്ടെടുത്ത് പണിയെടുത്ത് കിട്ടുന്ന കാശ് കൊണ്ട് തിന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാദുണ്ട്. അതൊരു വലിയ സ്വാദാണത്. മറ്റുള്ള ആളുകൾ നമുക്ക് എന്തെങ്കിലും തരുന്നതിൽ അതിൽ അർത്ഥമൊന്നുമില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല ഭക്ഷണം ഇവൻ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ഭക്ഷണമാണ്. എല്ല് മുറിയെ പണിയെടുത്താൽ പല്ല് മുറിയെ തിന്നാമെന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അധ്വാനമാണ് എല്ലാറ്റിൻ്റെയും മാനദണ്ഡമെന്നാണ്. തൊഴിലാണ്, പണിയെടുക്കലാണ് എല്ലാറ്റിൻ്റെയും മാനദണ്ഡമെന്നാണ്. ഇസ്ലാം വലിയ പ്രാധാന്യമാണ് തൊഴിൽ നൽകുന്നത്. ഒരു പണിയില്ലാതെ നടക്കരുത്. എന്താ പണി? ഒന്നുമില്ല. ഇങ്ങനൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല.
എല്ലാവരും പ്രചോദനം നൽകിയിട്ടും നമുക്ക് പ്രചോദനം തന്നിട്ടുണ്ട്. ഈ വിഷയങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. വജാഅത് ആയാതുൻ കസീറത്തുൻ ഫിൽ ഖുർആൻ തദുല്ലു അലാ അന്നൽ അംബിയാ കാനൂ യഅമലൂന ഫീ അദദിൻ മിനസ് സ്വനാഅത്ത്. മഹാന്മാരായ പ്രവാചകന്മാർ പലരും പല രീതിയിലുമുള്ള തൊഴിലാളികളായിരുന്നു എന്നുള്ളതാണ്. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി ഇന്ന് നമ്മുടെ രാജ്യത്ത് ഇഷ്ടം പോലെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവർക്കൊക്കെ അതിനനുസരിച്ചുള്ള തൊഴിലാളി സംഘടനകളുണ്ട്. തൊഴിലാളി സംഘടനകളില്ലാത്ത ഒരു പാർട്ടിയുമില്ല. പക്ഷെ ഈ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ്, വഞ്ചനാപൂർവമായ രീതികളാണ് പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരുപക്ഷെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് അധ്വാനിക്കുന്ന എന്ന് കുറെ പറഞ്ഞാൽ പല്ലുകൾ മുന്നോട്ട് തള്ളുമെന്നാണ്. കാരണം നാക്ക് വന്ന് സമ്മർദ്ദം ചെലുത്തുകയാണ്. അധ്വാനിക്കുന്ന എന്ന് കുറെ പറഞ്ഞാൽ പല്ല് മുന്നോട്ട് തള്ളി എന്നല്ലാതെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ശൂന്യമാണ്, വട്ടപൂജ്യമായി നമുക്ക് കാണാൻ കഴിയും. ആ ഇടത്താണ് അള്ളാന്റെ റസൂൽ 14 നൂറ്റാണ്ട് മുമ്പ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ ഖുർആൻ വ്യക്തമായി പ്രവാചകന്മാർ പലരും തൊഴിലാളികളായിരുന്നു എന്ന് കാണാവുന്നതാണ്. നമുക്കറിയാം, വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലഖദ് ആതൈനാ ദാവൂദ മിന്നാ ഫള യാ ജിബാലു വഅ്ബി മാ ഹുവ തയ്ർ എന്നിട്ട് പറയുന്നു വഅലന്നാ ലഹുൽ ഹദീദ്. നമ്മൾ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇരുമ്പ് നമ്മൾ മയപ്പെടുത്തി കൊടുത്തു എന്നാണ്. ഇരുമ്പ് അദ്ദേഹത്തിന് ചൂടാക്കേണ്ട ആവശ്യമില്ല. ആ ഇരുമ്പ് കൊണ്ട് എന്തൊക്കെ വേണോ, പ്രത്യേകിച്ച് പടയങ്കി ഉണ്ടാക്കലാണ്. നിങ്ങൾ കവചങ്ങൾ ഉണ്ടാക്കുക, പണിയെടുക്കണം. അതിന്റെ കണ്ണികളൊക്കെ മടയുന്നതിൽ തോതുകളൊക്കെ ശരിക്ക് കണക്കാക്കണം. വഅമലൂ, നിങ്ങൾ പണിയെടുക്കുകയും നിങ്ങളെ എല്ലാ തൊഴിലുകളും അള്ളാഹു കാണുന്നവനാകുന്നു എന്ന്. മഹാനായ ദാവൂദ് നബി വലിയൊരു തൊഴിലാളിയായിരുന്നു. നമ്മൾ ഈ മൈദിനത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ പറയുന്ന വിശുദ്ധമായ ഖുർആനിലെ ചില വചനങ്ങൾ അത് വളരെ ശ്രദ്ധേയമാണ്. മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പടയങ്കി ഉണ്ടാക്കുന്ന ആളായിരുന്നു. ആ പ്രവാചകന്റെ തൊഴിൽ അതായിരുന്നു. മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാന നജ്ജാറ. അദ്ദേഹം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആശാരിപ്പണിക്കാരനായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സകല പ്രവാചകന്മാരും തൊഴിലാളി വർഗത്തിന്റെ വലിയ മഹത്വം ഇസ്ലാം നമുക്ക് കാണിച്ചു തരികയാണ്. മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ തൊഴിലാളികളാണ്. നൂഹ് നബിക്ക് മഹാനായ നൂഹ് നബിയോടാണ് തേക്കിന്റെ തടികളെ കൊണ്ട് നല്ല കപ്പലുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത്. ഒരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മളെ മലബാറിലെ നമ്മുടെ കേരളത്തിലെ തേക്ക് കൊണ്ടുപോയി അഥവാ നിലമ്പൂരിലെ തേക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. ഷജറുൻ നബത ഫീ അർദിൽ ഹിന്ദി. നൂഹ് നബിയുടെ ഈ പാഠകം നിങ്ങൾ കപ്പലുണ്ടാക്കണമെന്ന് പറഞ്ഞ ഈ കപ്പലുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതിന്റെ മരം, അതിന്റെ തടി, അത് ഷജറുൻ നബത ഫീ അർദിൽ ഹിന്ദി എന്ന് ചില തഫ്സീറുകൾ, കുർദി പോലത്തെ തഫ്സീറുകൾ കാണാൻ. അത് ഇന്ത്യയിലുണ്ടായ ഒരു രാജ്യത്തുണ്ടായ മരമാണ്. അത് മലപ്പുറത്തെ ജില്ലയിലെ നിലമ്പൂരിലെ തേക്കാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അത് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത് നിങ്ങൾ നമ്മുടെ നേതൃത്വത്തിൽ കീഴിൽ നിങ്ങൾ അതുണ്ടാക്കണം. ആദ്യത്തെ ഒരു ആശാരിപ്പണിയാണ്, ആദ്യത്തെ കപ്പലാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശം വേണം. ആ പണി ചെയ്തത് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇനിയോ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുപോലെ തന്നെ മഹാനായ പ്രവാചകൻ പറയുന്നുണ്ട്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മഹാനായ ദാവൂദ് നബി തൊഴിലാളി വർഗത്തിന് വേണ്ടി പ്രസംഗിക്കുന്നവരും പറയുന്നവരും നടക്കുന്നവരും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായി. മഹാനായ ദാവൂദ് നബി മഹാനായ പ്രവാചകൻ പറയണം, അദ്ദേഹത്തിന് ഭക്ഷിക്കണമെങ്കിൽ ആരെങ്കിലും കൈമടക്കി കൊടുത്താൽ അത് സ്വീകരിച്ചത് കൊണ്ട് ഭക്ഷിക്കാറില്ല. ദാവൂദ് നബിയുടെ ഭക്ഷണം
സ്വന്തം കൈകൊണ്ട് ചെയ്യുന്ന അധ്വാനത്തിന്റെ ഫലമായി കിട്ടുന്ന കാശ് ഉപയോഗിച്ചുകൊണ്ടാണ് മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതമെന്ന്. ഇത് നോക്കൂ നിങ്ങൾ. മഹാനായ കലീമുല്ലാഹി മൂസ പ്രവാചകൻ അലൈഹി സ്വലാത്തു വസ്സലാം കാന അജീറൻ ഇൻദ ശുഐബ്, കൂലിപ്പണിക്ക് നിന്ന ആളാണ് മഹാനായ മൂസ പ്രവാചകൻ. മൈദീനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുലനം ചെയ്തുകൊണ്ട് കാഴ്ചപ്പാടുകൾ ഇസ്ലാമിന്റെ നമ്മൾ നോക്കുമ്പോൾ പ്രവാചകന്മാർ മുഴുവനും എല്ലാവരും തൊഴിലാളി വർഗത്തിൽപ്പെട്ടവരായിരുന്നു എന്ന് പറയുമ്പോൾ ഇതുമായി ഇസ്ലാമിന് ഖുർആൻ ഹദീസുകൾക്ക് പ്രവാചകന്മാർ ഈ വിശ്വാസികൾക്ക് ഒരു വലിയ ബന്ധമാണുള്ളത്. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പോയപ്പോൾ ഖാല ഇന്നി ഉരീദു അൻ നുൻകിഹ കൈഹിദ ബിനതയ ഹാതൈനി അലാ അൻ തൗജുനി സമാനി ഹജ്ജ്. 8 വർഷം പണിയെടുക്കണം, കൂലിപ്പണിയെടുക്കണം, ആടുകൾ നോക്കുന്നതാ പണി. മഹാനായ കലീമുല്ലാഹി മൂസ പ്രവാചകൻ അലൈഹി സ്വലാത്തു വസ്സലാം ജോലി ചെയ്യാൻ ഖസസ് സൂറയിൽ കാണാം. ഇത് അദ്ദേഹം അങ്ങനെ ആടുകളെ മേച്ചുകൊണ്ടാണ് കൂലിപ്പണിയെടുത്തത്. കൂലിപ്പണിയായിരുന്നു മഹാനായ മൂസ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയോ സക്കരിയ, മഹാനായ സക്കരിയ അലൈഹി സ്വല്ലല്ലാഹു വസല്ലം കാന സക്കരിയ നജ്ജാറ, അദ്ദേഹം മഹാനായ നൂഹ് നബിയെ പോലെ ആശാരിപ്പണിയെടുത്ത് ജീവിച്ച ആളായിരുന്നു. ഒരു കയ്യിൽ ആത്മീയമായ ഗ്രന്ഥങ്ങളും ഓരോ വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ ജനങ്ങളെ പ്രബോധനം ചെയ്യുമ്പോൾ അവനവന് ജീവിക്കാൻ മറ്റുള്ളവന്റെ രീതി, മറ്റുള്ളവന്റെ കീശയിലെ കാശ് കൊണ്ടല്ല അവരൊന്നും ജീവിച്ചത്. അതിലേക്ക് കണ്ണ് നട്ടുകൊണ്ടല്ല അവരെ പ്രബോധനം ചെയ്തത്. അവരുടെ പ്രബോധനം അതിന്റെ വഴിയിൽ നടക്കുന്നു. ജീവിക്കാനുള്ള വഴികളോ അവർ നേരത്തെ കണ്ടെത്തുകയാണ്. അതിന് തൊഴിലധിഷ്ഠിതമായ ജീവിതമാണ് ഈ പ്രവാചകന്മാർ മുഴുവനും കാണിച്ചത്. ഇനി മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നുണ്ട്, കാന ദാവൂദു സറദ വകാന ആദമു ഹറാസ. 1000ഓളം തൊഴിലുകളാണ് എന്ന് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇഷ്ടം പോലെ തൊഴിലുകൾ പറയുന്നറിയാം, എല്ലാ തൊഴിലുകളും അറിയാം. എന്നാൽ അധികവും ഹറാസ, കൃഷി ചെയ്യുന്ന ആളായിരുന്നു. അതുകൊണ്ടാണല്ലോ ആ കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ആദിന്റെ പിന്നീട് സന്തതികളെ കുറിച്ച് പറയാൻ വേണ്ടി പറയുന്നിടത്ത് അവർ കാർഷിക മേഖലയുള്ളവരായിരുന്നു. ആട് മേക്കുന്നവരും ആട് കൃഷിയും അതുപോലെ ആ ജോലി ചെയ്യുന്നവരും കാർഷിക മേഖലയുള്ളവരുമായിരുന്നു. അങ്ങനെ കാർഷിക മേഖലയുള്ളവൻ അവന്റെ എല്ലാ വിഷയങ്ങളും അവന്റെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ നേർച്ചയ്ക്ക് വേണ്ടി അവർ ചെയ്തത് ചെറിയ ഒരു ആടിനെയും അതുപോലെ കുറച്ച് നെൽകൃഷികളും അതിന്റെ കതിരുകളും വെച്ചൊരു സംഭവമുണ്ട്. എന്ന് പറഞ്ഞാൽ ആദം നബി കാർഷിക മേഖലകളിൽ വല്ലാതെ പണിയെടുത്ത ആളാണ്. ഇന്ത്യയിലേക്ക് വന്നിറങ്ങി കാർഷിക മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തിയ ആളായിരുന്നു മഹാനായ ആദിമ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇങ്ങനെ ഓരോന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. തന്നെയുമല്ല, മഹാന്മാരായ സ്വഹാബത്ത് കിറാം റളിയല്ലാഹു അൻഹും ഒരു ദിവസം ഒരു ചെറുപ്പക്കാരനുണ്ട്, ഭയങ്കര ജോലി ചെയ്യാൻ, നല്ല പണിയെടുക്കാൻ, അധ്വാനിക്കാൻ. അവിടെ പോയിട്ട് അവിടെ പണിയെടുക്കുന്നു, ഇവിടെ പണിയെടുക്കുന്നു. ഇങ്ങനെ കണ്ടപ്പോഴേ ഇവനൊക്കെ അല്ലാതെ എന്തോ ഒരു സ്ട്രോങ്, എപ്പോഴും പണി തന്നെയാണ്. എല്ലായ്പ്പോ ഇങ്ങനത്തെ ഒരു ആവേശം ഇവന് അള്ളാന്റെ വിഷയത്തിലും കൂടി കാണിച്ചിരുന്നെങ്കിലോ എന്നവർ പറഞ്ഞപ്പോഴേ ഉടനെ പ്രവാചകൻ അവർ നടപെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫറദ്ദ അലൈഹിമുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പണിയെടുത്തുകൊണ്ട് എപ്പോഴും പണിയെടുക്കുന്ന ആളാണ്. ഇതിങ്ങനെ കാണുമ്പോൾ രാവും പകലും പണിയാന്ന് പറയില്ലേ നമ്മൾ എന്നതുപോലെ പറഞ്ഞപ്പോഴേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദാ തഖൂലു ഹാദാ ഫഇന്നഹു ഇൻ കാന ഖറജ യസ്അല വലദി സിഗാറ ഫഹുവ ഫീ സബീലില്ലാഹ്. നിങ്ങൾ പറയുന്ന ഇവനില്ലേ, അവന് ചെറിയ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ശുദ്ധറക്കണമെന്ന് വിചാരിച്ച് അവന്റെ പ്രിയപ്പെട്ട പ്രിയതമക്ക് ഭക്ഷണം കൊടുക്കണമെന്നുള്ള വിചാരത്തിലാണ് അവൻ പോയി പണിയെടുക്കുന്നതെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ വഴിയിലാണ്. 5 നേരം പള്ളിയിൽ നമസ്കരിക്കുന്നത് അത് അല്ലാഹുവിന്റെ വഴിയിലുള്ള ഇബാദത്താണ്. എന്നതുപോലെ സ്വന്തം മക്കൾക്ക് വേണ്ടി വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും ജോലിക്ക് വേണ്ടി ആയുധവുമായി ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്നും പറഞ്ഞ് അവൻ ഇറങ്ങി അവൻ തിരിച്ചു വരുന്നത് വരെ ഫീ സബീലില്ലാഹ്. ഈ ഒരു തൊഴിലാളി വർഗത്തിന് ഇതിനും വലിയ ആശ്വാസമായിട്ട് എന്ത് വേണം? അവന്റെ കുടുംബത്തിനെ നോക്കാനാണ് ഇങ്ങനെ ഇറങ്ങിപ്പോണത്. അവൻ അല്ലാഹുവിന്റെ വഴിയില. എന്നിട്ട് നിങ്ങൾ പറയാ പണിയെടുക്കുന്ന അല്ലാത്ത പണി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കണോ? ഒരു തൊഴിലാളിയെ കുറിച്ച് മോശമായ രീതിയിലുള്ള ശൈലിയിലുള്ള സംസാരം
പ്രവാചകനുയായികൾ നടത്തിയപ്പോൾ അവർ തിരുത്തുകയാണ് ചെയ്തത്. ഈ പണിയും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള വഴിയാണ്, അവരുടെ കുട്ടികൾക്ക് വേണ്ടിയാണെങ്കിൽ. പിന്നെയോ ഒരു പക്ഷേ ഇവൻ ഈ ജോലി എടുക്കുന്നത്, ഈ തൊഴിലാളി ചെയ്യുന്ന കഠിനാധ്വാനങ്ങൾ അവന്റെ പ്രിയപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കൾക്ക് ശുദ്ധരക്കാനുള്ള ഭക്ഷണം കാണാനായിരിക്കും. അങ്ങനെയാണെങ്കിലും അവൻ അല്ലാഹുവിന്റെ വഴിയിലാണ്. ഇനി അവർക്ക് വേണ്ടി ഒന്നുമല്ല, അവന് സ്വന്തം അവന് ശുദ്ധരക്കാനാണെങ്കിലോ മറ്റൊരാളോടും അവന് യാചിക്കണ്ടല്ലോ, അവനും ഫീ സബീലില്ലാഹ്. അള്ളാന്റെ റസൂൽ അവരെ തിരുത്തി കൊടുത്തു. ഈ തൊഴിലാളി ഇവൻ അള്ളാന്റെ വഴിയിലാണ്. തൊഴിലാളികൾ തൊഴിലെടുക്കുന്നത് അള്ളാഹുവിന്റെ വഴിയിലാണ്. വിദേശത്തേക്ക് നമ്മൾ പോവാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് തൊഴിലിന് വേണ്ടി വിദേശങ്ങൾ ആശ്രയിക്കുന്നത്. ഇപ്പൊ UK-യിലും മറ്റുമൊക്കെ പോകുന്നത് തൊഴിലെടുക്കാനാണ്. ഈ തൊഴിലാളി വർഗത്തിന്റെ മഹത്വങ്ങൾ ഇഷ്ടം പോലെ. ഒന്ന് നോക്കൂ നിങ്ങൾ, തൊഴിലാളി വർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിമകളെ പോലെ പണിയെടുപ്പിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് മോചനം നേടിയപ്പോൾ അതിന്റെ സ്മരണയായി മെയ് ദിനം ആഘോഷിക്കുമ്പോൾ അള്ളാന്റെ റസൂൽ 14 മുമ്പ് പറഞ്ഞ വർത്താനമുണ്ട്. തൊഴിലാളി വർഗത്തിന് വേണ്ടി ഇത്രമാത്രം ലോകത്തോട് ശ്രദ്ധിച്ച മറ്റൊരാൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഇങ്ങനെ ഒരു വർത്തമാനം പറയാൻ ആരാണ് ലോകത്ത്, ഏത് ഭരണാധിപനാണ് ലോകത്ത് ഇങ്ങനെ ഒരു സംസാരിച്ചത്? നോക്കൂ നിങ്ങൾ, ഈ വിപ്ലവങ്ങളും സമരങ്ങളും തൊഴിലാളി വർഗത്തെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അതിന്റെ വർഷാണ്ടുകൾക്ക് മുമ്പാണ് പുണ്യനബി പറയുന്നത്, തൊഴിലാളി വർഗത്തോട് നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ കൂലിപ്പണിക്കാരന് കൂലി കൊടുക്കണം. അവന്റെ വിയർപ്പ് പറ്റുന്നതിന്റെ മുമ്പേ പണിയെടുത്ത് വിയർപ്പൊലിപ്പിച്ച് അവന്റെ വിയർപ്പ് പറ്റാമ്പോൾ നിൽക്കരുതേ എന്ന് പറയാൻ 14 നൂറ്റാണ്ട് മുമ്പ് താല്പര്യം കാണിച്ചത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടാണ് ഈ മെയ് ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്ലാമിന് ചില കാഴ്ചപ്പാടുകളുണ്ട് എന്ന് ഞാൻ പറയാനുള്ള കാരണം. മഹാന്മാരായ ആളുകൾ നമുക്ക് കാണാവുന്നതാണ്. അള്ളാന്റെ റസൂൽ ചില ആളുകളുണ്ട് പണിക്കാരെ വരുത്തിയിട്ട് കൂടി കൊടുക്കാതെ പ്രയാസപ്പെടുത്തുന്നവർ. 5ഉം 8ഉം വർഷമൊക്കെ ഗൾഫിൽ പോയി പണി എടുത്തതിന്റെ കൂലി കിട്ടാതെ തിരിച്ചു പോരേണ്ടി വരുന്ന ആളുകൾ. ഇവർക്കൊക്കെയുള്ള മുന്നറിയിപ്പ് നൽകിയത് പുണ്യനബി മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്. അത് അന്ന് മുതൽ ഇന്ന് വരെയുള്ള തൊഴിലാളികളെ നിഷ്ഠൂരമായി പണിയെടുപ്പിച്ചിട്ട് കൂലി കൊടുക്കാതെ തിരിച്ചു വരുന്ന ആളുകളില്ലേ, അത് പിന്നെ കാണാമെന്ന് പറയുന്നവരില്ലേ, പിന്നെ കൊടുക്കാതെ നിൽക്കുന്ന ആരെങ്കിലും എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, പുണ്യനബി 14 നൂറ്റാണ്ട് മുമ്പ് അവർക്ക് ഒരു രീതിയിലുള്ള ഒരു മുന്നറിയിപ്പുണ്ട്. എന്താണെന്നറിയോ? സലാസ. അല്ലാഹ് പറയാൻ, സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ. ഞാൻ 2-3 ആളുകളുണ്ട്, ഞാൻ അവർക്കെതിരായി ഖിയാമത്ത് നാളുണ്ടാകും. ഒരു വിഭാഗം ഏതാണെന്നറിയോ? ഒരാളൊരു കൂലിക്കാരനെ പണിയെടുക്കാൻ വേണ്ടി ക്ഷണിക്കുകയും അങ്ങനെ അവനിൽ നിന്ന് അവർ ഉദ്ദേശിച്ച പണി തെങ്ങ് കളം തെത്താൻ വേണ്ടി വന്നതാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണിയെടുക്കാൻ വേണ്ടി വന്നതാണ്. വൈകുന്നേരമായി പണിയൊക്കെ പൂർത്തിയായി നല്ല രീതിയിൽ അതെല്ലാം നല്ല രീതിയിൽ പൂർത്തിയാക്കുകയും ചെയ്താൽ എന്നിട്ട് അവനതിന്റെ കൂലി കൊടുക്കാതെ പറഞ്ഞു വിടുന്നവരല്ലേ, ഞാൻ അവനെതിരാൻ, ഞാൻ അവന്റെ എതിർപക്ഷത്താൻ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ എന്ന് പണിയെടുപ്പിച്ച് കൂലി കൊടുക്കാത്ത മുതലാളിമാർക്കുള്ള മുന്നറിയിപ്പ് ഈ മെയ് ദിനം ആഘോഷവേളയുമായി ബന്ധപ്പെട്ടുള്ള മാസത്തിലായതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, എന്താ സംഭവം എന്നറിയോ? ഈ കാണുന്ന കൂലി കൊടുക്കാതിരിക്കുന്നത് വലിയ തെറ്റാകുന്നു. തന്നെയുമല്ല, തൊഴിലാളി വർഗത്തോടുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് ഈ കാണുന്ന ഈ സംഭവം വിളിച്ചോതുന്നത് എന്നാണ് മഹാന്മാരായ ആളുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചത് നമുക്കറിയാവുന്നതാണ്. കൂടുതലായി നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ നമുക്ക് ഇഷ്ടംപോലെ കാണാവുന്നതാണ്. സഹാബി വര്യന്മാരെ നിങ്ങൾ കണ്ടില്ലേ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്മാരിങ്ങനെ മഹാനായ പ്രവാചകാനുയായികളാകുന്ന സ്വഹാബത്ത് വിശദമായി പറഞ്ഞാൽ ഈ തൊഴിലാളി വർഗത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ രീതിയിലുള്ള
രീതിയിലുള്ള നല്ല സന്മാർഗത്തിലേക്ക്, നല്ല രീതിയിലുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ച് നല്ല രീതിയിൽ നമുക്ക് പഠിപ്പിച്ചെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സഹാബത്തിന്റെ ജീവിതം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകന് ശേഷം അധികാരം ഏറ്റെടുത്തപ്പോൾ സാധാരണയായി ഒട്ടകത്തെ കറക്കുന്ന പണിയുണ്ടായിരുന്നു. ഒരു പണിയാണത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒട്ടകത്തെ കറക്കാൻ പോവാണ്. ഒട്ടകത്തെ കറന്നുകൊണ്ട് ജോലി ചെയ്തിരുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന് ശേഷം രാജ്യത്തിന്റെ ഖലീഫയാവുകയാണ്. ഇസ്ലാമിക് രാഷ്ട്രത്തിന്റെ അധിപനായപ്പോൾ സാധാരണയായി ഒട്ടകം കറക്കാൻ വേണ്ടി പോകുന്ന കൂട്ടുകാര് പറഞ്ഞു, ഇനി നമുക്ക് ആരാണ് ഒട്ടകത്തെ കറക്കാൻ? നമുക്ക് തൊഴിലാളികളെ വന്ന് കിട്ടാനാണ്. നമ്മുടെ തൊഴിലാളിയാകുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാജ്യത്തിന്റെ അധിപനായി ഖലീഫയായി സത്യപ്രതിജ്ഞ ചെയ്തില്ലേ? ഇനി നമുക്ക് ആരാണ് ഒട്ടകത്തെ കറക്കാൻ കിട്ടുന്നത് എന്ന് അവര് ആളന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറ്റേന്ന് ഇന്നലെ രാത്രി ഖലീഫയായി അധികാരമേറ്റെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എന്നും ചെല്ലുന്ന അതേ സമയത്ത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അധിപനായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് പോയി അവരോട് ചോദിച്ചു, ആ പാത്രം ഇങ്ങോട്ട് തരൂ, ഞാൻ എന്റെ തൊഴിലെടുക്കട്ടെ. ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അധിപനായ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുവരെ എടുത്ത തൊഴിലെടുത്തുകൊണ്ട് പാല് കറക്കാൻ ആ കുടുംബത്തിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അവർ അത്ഭുത സ്തബ്ധരാവുകയാണ്. ഇതാണ് തൊഴിലാളികളുടെ തൊഴിലിന്റെ മഹത്വം. ഇങ്ങനെയായി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇഷ്ടം പോലെ മഹാനായ അലി റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് വലിയ കാർഷിക മേഖലകളിൽ നല്ലോണം പണിയെടുക്കുന്ന ആളാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെങ്കിലോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാറ മടയിൽ പണിയെടുത്തിരുന്ന ആളാണ്. കരിങ്കല്ല് പൊട്ടിച്ചുകൊണ്ട് പണിയെടുത്തിരുന്ന ആളാണ്. ആളുകൾ പറഞ്ഞു, നിങ്ങൾ എന്ത് പണിയെടുക്കണം, ഇതൊക്കെ തലയിലേറ്റ് ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാർക്ക് ഒരു മോശമല്ലേ എന്ന്. പാറിഞ്ചു വന്നുകൊണ്ട് പോകുമ്പോൾ പാറക്കോറയിൽ പണിയെടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കൊടുത്ത മറുപടിയാണത്. ഞാൻ ഈ പാറകൾ ചുമക്കുന്നത് പർവ്വത ശിഖരങ്ങളിൽ നിന്ന് പാറയും ചുമന്ന് വരുന്നത് ആൾക്കാരുടെ ഔദ്യാരത്തെക്കാൾ എനിക്ക് ഏറ്റവും നല്ലത് ഇഷ്ടപ്പെടും ഞാൻ ഈ അധ്വാനിച്ച് പണിയെടുക്കാനാണ്. ആൾക്കാര് പറയുന്നതൊക്കെ മോശമാണ്. ഞാൻ പറയുന്നു, ചോദത്തമാകുന്ന നിന്ദതയെ കടറ്റുന്നുള്ളത് ഇതാണ്. ഇതല്ലാതെ പാടിയതാണ്. മുഗൾ ചക്രവർത്തിമാരിൽ മഹാനായ ഔറംഗസീബ് സ്വന്തം തൊപ്പി തുന്നിക്കൊണ്ടും മുസാഹഫ് എഴുതിക്കൊണ്ടും പണിയെടുത്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യം ഭരിച്ചത് എന്ന് പറയുമ്പോൾ ഞാൻ വിശദമായി ഇതൊക്കെ പറയുമ്പോൾ ഇഷ്ടംപോലെ നമുക്ക് പറയാനുണ്ടാകും. അതുകൊണ്ട് തൊഴിലാളി ദിനവുമായി തൊഴിൽ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ ഇസ്ലാമിന് അതിൻ്റെതായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. ഈ കാഴ്ചപ്പാട് വലിയതാണ്.